തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും ഭൂചലനം. ഇന്ന് പുലർച്ചെ 3:55 നേരിയ ചലനം അനുഭവപ്പെട്ടത്. ഇന്നലെ ഭൂചലനമുണ്ടായ കുന്നംകുളം, ചൂണ്ടൽ, വരവൂർ, എരുമപ്പെട്ടി, തിരുമിറ്റക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് വീണ്ടും പ്രകമ്പനമുണ്ടായത്. വരും ദിവസങ്ങളിലും തുടർചലനങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് വിലയിരുത്തൽ. വിഷയം ചർച്ച ചെയ്യാൻ ജില്ലാ ഭരണകൂടം ഇന്ന് യോഗം ചേരുന്നുണ്ട്. റിക്ടർ സ്കെയിലിൽ ഇന്നത്തെ ഭൂചലനത്തിന്റെ തീവ്രത രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജാഗ്രത വേണമെന്നും മന്ത്രി അറിയിച്ചു. ആദ്യമുണ്ടായിട്ടുള്ള ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 3 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വരെ രേഖപ്പെടുത്തിയ ചലനങ്ങളെ പൊതുവായിട്ട് വരികയുള്ളൂ. എന്നാൽ ഇന്ന് പുലർച്ചെയുള്ള ചലനം റിക്ടർ സ്കെയിലിൽ 3-ൽ വളരെ താഴെയാണെന്നുള്ളത് കൊണ്ടായിരിക്കും ആരും അറിയാതെ പിന്നെ വലിയ റിയാക്ഷൻ ഇല്ലാതെ പോയത്. ഇത് തന്നെ ഭൂമിക്ക് താഴത്തേക്ക് 7 കിലോമീറ്റർ വ്യത്യാസത്തിലുണ്ടായതുകൊണ്ടാണ് ഇത്രയെങ്കിലും അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു 10 കിലോമീറ്റർ താഴെയാണ് ഈ ചലനം ഉണ്ടാകുന്നതെങ്കിൽ ഒരു പക്ഷേ റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയിട്ടുള്ള ചലനം അങ്ങനെ ഒരു പിന്നെ ആ വിധത്തിലുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. അശ്വിൻ പാലാഴിയുണ്ട് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി. അശ്വിൻ, തുടർച്ചയായ 2ാം ദിനവും ഭൂചലനം, എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷ്, ഇന്ന് പുലർച്ചെ 3:55 കൂടിയാണ് തൃശ്ശൂർ അടക്കമുള്ള മേഖലകളിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയുടെ അതിർത്തി മേഖലകളിൽ വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടത്. പക്ഷേ ഇന്നലെ ഉണ്ടായതിൻ്റെ അത്ര തീവ്രതയില്ലാത്ത ഭൂചലനമാണ് ഇന്നുണ്ടായതെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 3 റിക്ടർ സ്കെയിലിൽ 3 പോയിന്റ് വരെയാണ് ഇന്നലെ രേഖപ്പെടുത്തി. ഇന്ന് അതിന് താഴെ ആയതുകൊണ്ട് അത് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ കടുത്ത ജാഗ്രത വേണമെന്നുള്ളതാണ് മന്ത്രി അടക്കം പറയുന്നത്. നിലവിലെ സാഹചര്യം വിലയിരുത്താൻ വേണ്ടി ഇന്ന് തൃശ്ശൂർ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഉച്ചയോടുകൂടി. അതിൽ കളക്ടർ ഉൾപ്പെടെ നേരിട്ട് പങ്കെടുക്കും. അപ്പോൾ മന്ത്രി കെ രാജൻ അടക്കമുള്ള, സുനിൽകുമാർ അടക്കമുള്ള ആളുകളും പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ നാശനഷ്ടം ഇന്നുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പല വീടുകളുടെയും ചുമരുകൾ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വരും ദിവസങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതായത് തീവ്രത കുറഞ്ഞതാണെങ്കിൽ പോലും വരും ദിവസങ്ങളിലും തുടർചലനങ്ങൾ ഉണ്ടാകാം എന്നുള്ളൊരു വിലയിരുത്തലാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അടിയന്തര യോഗം വിളിച്ച് വരും ദിവസങ്ങളിലേക്കുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിനെ നേരിടാനുമുള്ള മുൻകരുതൽ എടുക്കുന്നത്. ആ യോഗം 2 മണിക്കാണ് ആരംഭിക്കുക. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ നിന്നും ഇന്നും തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. പക്ഷേ അത് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ചില ആളുകളുടെ പ്രതികരണം കൂടി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട. ആ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 3:55 സമയത്താണ് ഭയങ്കരമായിട്ട് ഭൂമി നന്നായിട്ട് കുലുങ്ങിയപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഭിത്തികളൊക്കെ നന്നായിട്ട് ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കഷ്ണം താഴെ വീണു. മോനെ താഴെ കിടക്കുന്നുണ്ടായിരുന്നത്. അവന്റെ മേത്തേക്ക് തട്ടിയില്ല, എന്നാലും ഞാൻ വേഗം എടുത്തു. നോക്കുമ്പോ പാത്രങ്ങളെല്ലാം അങ്ങനെ താഴെ വീണ്ട ഇതൊക്കെ കിടന്നിട്ടുണ്ട്. കുറെ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വീണ്ടും നിൽക്കിട്ടുണ്ട്.